അപ്പോൾ നമ്മുടെ 9ാം ക്ലാസ്സിലെ ക്രിസ്മസ് എക്സാമിന് ഡേറ്റ് ഓൾറെഡി വന്നു. ഡിസംബർ 11 നമ്മുടെ അക്കാഡമിക് കലണ്ടർ പ്രകാരം പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഒബ്വിയസ്ലി അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് 2-3 ദിവസങ്ങളുടെ മാറ്റമൊക്കെ വരാം. പക്ഷേ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കണം, ഡിസംബർ 11 നമ്മുടെ ആ ഒരു എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പരീക്ഷയ്ക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സിന് എത്ര മാർക്കിന് ചോദ്യങ്ങൾ വരുന്നുള്ള കാര്യം നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കണം. കാരണം ഇതിൽ പല കുട്ടികളും ഉണ്ടാക്കുന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ആ തെറ്റിദ്ധാരണ നിങ്ങൾ ഇപ്പോഴേ ക്ലിയർ ആക്കിയില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമായി മാറിയേക്കാം. അതെന്താണെന്നുള്ള കാര്യം ഞാൻ വേഗം തന്നെ പറഞ്ഞുതരാം, ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ. നമ്മൾ ഈ വർഷത്തെ ക്രിസ്മസ് പരീക്ഷയിൽ നിങ്ങളുടെ മാത്സിൽ നിന്ന് ഓരോ ചാപ്റ്ററിൽ നിന്നും വെയിറ്റേജ്, അതായത് ഓരോ ചാപ്റ്ററിന് എത്ര മാർക്സിന് ചോദ്യം വരുന്നുള്ളതിന്റെ ഒരു ഐഡിയ ആണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഇനി മനസ്സിലാക്കണം, ഇത് എക്സാക്ട്ലി വരാൻ പോകുന്ന വെയിറ്റേജ് അല്ല. കാരണം എക്സാക്ട്ലി പരീക്ഷയിൽ എന്താണ് വരാൻ നമുക്ക് അറിയില്ലോ. പക്ഷേ ഏകദേശം ഇതുപോലെ ആയിരിക്കും ഉണ്ടാവും. ഇവിടെ പല കുട്ടികളും ഉണ്ടാക്കുന്ന മിസ്റ്റേക്ക് എന്താണ്, നിങ്ങൾ വിചാരിക്കും ഓണപരീക്ഷയ്ക്ക് നമ്മൾ ഇതുവരെ പഠിച്ചില്ലേ, ഈ ചാപ്റ്ററിൽ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സ്കൂളിൽ അത് കഴിഞ്ഞിട്ട് എടുക്കുന്ന ഭാഗം നിന്നായിരിക്കും ക്രിസ്മസ് എക്സാമിന് ചോദ്യം വരിക. ശരിയാണ്, അത് കഴിഞ്ഞുള്ള ഓരോ ചാപ്റ്ററിന്റെ വെയിറ്റേജ് ആണ് നിങ്ങൾ കാണുന്നത്. ചോദ്യം വരുന്നുണ്ട്, അത്യാവശ്യം നല്ലോണം തന്നെ മാർക്സിന് ചോദ്യം വരുന്നുണ്ട്. പക്ഷേ അതിന് മുൻപുള്ള നിങ്ങൾ ഓണപരീക്ഷയ്ക്ക് പഠിച്ച ചാപ്റ്റേഴ്സിൽ നിന്നും നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൽ ചോദ്യം വരും. അതായത് നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ പേഴ്സ് ഓഫ് ഇക്വേഷന് ഓൾമോസ്റ്റ് 5 മാർക്കിന് വരും. എക്സാക്ട്ലി നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഏകദേശം 5 മാർക്കിന് വരും. അതിൻ്റെ അർത്ഥം എന്താ, ഒന്നെങ്കിൽ 4 വരും, അല്ല 6 വരും. മനസ്സിലായില്ലേ? അല്ലാണ്ട് വരാതിരിക്കില്ല, എന്തായാലും വരും. രണ്ടാമത്തെ ചാപ്റ്ററിന് 4 മാർക്കിന് ഓൾമോസ്റ്റ് വരുന്നതായിരിക്കും. പാരലൽ ലൈൻസിന് 3 മാർക്കിന് വരുന്നതായിരിക്കും. നാലാമത്തെ ചാപ്റ്ററിന് 5 മാർക്കിന് വരുന്നതായിരിക്കും. പിന്നെ അതിനനുസരിച്ച് ഓരോരോ, പിന്നെ ക്രിസ്മസ് എക്സാമിന്റെ ചാപ്റ്റേഴ്സിൽ നിന്ന് കുറച്ചും കൂടി കൂടുതൽ മാർക്ക് വരും, 9, 10 കൂടുതൽ വരും. പക്ഷേ ഓണപരീക്ഷയുടെ ചാപ്റ്റേഴ്സിൽ നിന്നും മാർക്കിന് വരും. അതായത് നിങ്ങൾ ഓണപരീക്ഷയുടെ ചാപ്റ്റേഴ്സ് പഠിക്കാണ്ടാണ് ക്രിസ്മസ് എക്സാമിന് പോകുന്നതെങ്കിൽ നിങ്ങൾ ഓൾമോസ്റ്റ് എത്ര മാർക്ക് നഷ്ടപ്പെടും? 9, 12, 17, പിന്നെ 9-ലെ ഒരു 4 മാർക്ക് കൂടെ ഉണ്ടാവില്ലേ, 21ഓളം മാർക്ക് നിങ്ങൾ വേസ്റ്റ് ആക്കും. ഇത് മാത്സിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ സബ്ജക്ട്സിലും ഇതുപോലെ തന്നെയാണ്. നമ്മൾ കെമിസ്ട്രിയുടെ കാര്യം എടുക്കുകയാണെങ്കിലും ഈ ഓണം എക്സാമിൽ നിന്ന് ആ ചാപ്റ്റേഴ്സിൽ നിന്ന് ക്രിസ്മസ് എക്സാമിൽ ചോദ്യം വരും. സെയിം ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ ബയോളജി, എല്ലാത്തിനും ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണ്, എല്ലാ സബ്ജക്റ്റിലെയും ഓണപരീക്ഷയുടെ സിലബസ് നിങ്ങൾ പഠിച്ചിട്ട് വേണം ക്രിസ്മസ് എക്സാമിന് പോകാം. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഇത്രയും ചെയ്യേണ്ടതുള്ളൂ മക്കളെ. ക്രിസ്മസ് എക്സാമിനുള്ള ഈ ചാപ്റ്റേഴ്സ് ഇല്ലേ, അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ തീർക്കണം. അത് എത്രത്തോളം പെട്ടെന്ന് തീർക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് ആ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാനും അതിന്റെ ചോദ്യങ്ങൾ ചെയ്യാനും മാത്രമല്ല, ഈ ഓണപരീക്ഷയ്ക്ക് പഠിച്ച പല കാര്യങ്ങളും നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും. ഇപ്പൊ തന്നെ മറന്നുപോയിട്ടുണ്ടാവും അല്ലേ. അത് റിവൈസ് ചെയ്തെടുക്കണ്ടേ, അതിന് ചോദ്യങ്ങൾ ചെയ്യണ്ടേ, അതിന് സമയം വേണ്ടേ. ആ സമയം വേണമെങ്കിൽ നിങ്ങൾ ഇത്രയും പെട്ടെന്ന് ഇത് തീർക്കണം. എങ്ങനെ തീർക്കുക മക്കളെ? നിങ്ങൾ ഓൾറെഡി ബാച്ചിലർ ലെവലിലാണെങ്കിൽ ആ ബാച്ചിലെ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പോവുക. കൃത്യം ടൈമിൽ തന്നെ നിങ്ങൾ തീർക്കുന്നതായിരിക്കും. കൃത്യം ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് വളരെ മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, സിലബസ് തീർക്കും. അപ്പോൾ നിങ്ങൾക്ക് റിവിഷനൊക്കെ ചെയ്യാൻ വേണ്ടി സമയം ഉണ്ടാവും. ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിനെ പറ്റി തീർച്ചയായിട്ടും സീരിയസ്ലി കൺസിഡർ ചെയ്യുക. കാരണം ലൈവ് ക്ലാസ്സിലൂടെ കൃത്യമായിട്ട് നിങ്ങളുടെ സിലബസ് ലൈവായിട്ട് വന്ന് എടുത്തരും. റെക്കോർഡ് ക്ലാസ് കണ്ട് പഠിക്കാനൊന്നല്ല പറയാൻ പോകുന്ന, ലൈവ് ക്ലാസ്സിൽ വന്നിരുന്ന് നിങ്ങളെ പഠിപ്പിച്ച് തരും. ജസ്റ്റ് വന്നിരുന്നാൽ മാത്രം മതി. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ആയിരിക്കും. നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ അറിയുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഓണം എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിൽ മാരത്തോൺ ലൈവിലൂടെയും റിവിഷൻ ലൈവിലൂടെയും ക്വസ്റ്റ്യൻസ് ലൈവിലൂടെയും റിവൈസ് ചെയ്യാൻ സമയമുണ്ടാവും. അങ്ങനെ വേണം നിങ്ങൾ പ്ലാൻ ചെയ്യാൻ. ഇങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്ത ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. പിന്നെ ഇവിടെ വേറൊരു കാര്യങ്ങൾ മനസ്സിലാക്കണം. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു 40 മാർക്കിൻ്റെ പേപ്പറാണെങ്കിൽ, ഒരു പരീക്ഷ പേപ്പറാണെങ്കിൽ ആ 40 മാർക്കിൻ്റെ പേപ്പറിൽ 60 മാർക്ക് അല്ല 55 മാർക്കിനോളം ചോദ്യങ്ങൾ കിടപ്പുണ്ടാവും. അത് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് എഴുതാൻ പറ്റുമായിരുന്നു. പുതിയ പാറ്റേൺ പ്രകാരം അങ്ങനെയല്ല. 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ 40 മാർക്കിനെ ചോദ്യം ഉണ്ടാവുള്ളൂ. എക്സ്ട്രാ മാർക്കിന് ചോദ്യം വെച്ചിട്ടുണ്ടാവില്ല. മാത്രമല്ല 2 ഓപ്ഷനൊക്കെ വരും. വല്ലപ്പോഴും ഓപ്ഷൻ വരും. ഫോർ എക്സാമ്പിൾ ഒരു 5A 5B എന്ന് പറഞ്ഞാൽ 2 ചോദ്യത്തിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി എന്ന് പറയും. പക്ഷേ ആ 2 ചോദ്യങ്ങളും ഒരേ ചാപ്റ്ററിൽ നിന്നായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കാതെ ഇരുന്നാൽ, പണ്ടൊക്കെ കുട്ടികൾ അങ്ങനെ ചെയ്യരുത്, പ്രശ്നമാണ്. കാരണം ആ 2 ഓപ്ഷനും ഒരു ചാപ്റ്ററിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ചാപ്റ്റർ പഠിക്കാത്ത പരിപാടിയൊന്നും പണ്ടത്തെ വരെ നടക്കില്ല. മൊത്തത്തിൽ എന്താണ്, ടൈറ്റായി വരികയാണ്. അതുകൊണ്ട് തന്നെ നന്നായി ഡെയിലി പഠിക്കണം. എത്ര സമയം പഠിക്കണം? നിങ്ങൾ ഒരു 1-1.5 മണിക്കൂർ, മിനിമം 1 മണിക്കൂർ, പറ്റുമെങ്കിൽ 1.5 മണിക്കൂർ നിങ്ങൾ ഡെയിലി പഠിക്കാൻ റെഡി ആണെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നം പോലെ ആയിരിക്കില്ല. ഈ വീഡിയോ കാണേണ്ട പോലെ ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സിലബസ് തീർന്നോളും. പ്രത്യേകിച്ച് ബാച്ചിനും കൂടിയാണ് നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കുന്നത്, ഓട്ടോമാറ്റിക്കലി ഈ പരിപാടികൾ നടന്നോളും. നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ സമയം കിട്ടിക്കോളും. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരാണ് തീർച്ചയായിട്ടും ഇതിനെ പറ്റി കൺസിഡർ ചെയ്യുക. താഴെ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടിപൊളിയായിട്ട് പഠിച്ചുകൂടാ. ഈ ഒരു ബോധം കൂടെ മനസ്സിലുണ്ടാവണം. ഓണം എക്സാമിന്റെ സിലബസ് ക്രിസ്മസ് എക്സാമിന് പഠിക്കണം എന്നുള്ള കാര്യം. അതും കൂടി പഠിക്കാൻ റെഡി ആണെങ്കിൽ ബാക്കി നമുക്ക് സെറ്റ് ആകാം മക്കളെ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് സ്റ്റഡി